മണിക്കൂറുകൾക്കകം തന്നെ NDRF സംഘത്തിന് ഇവിടെ എത്താനായി എന്നുള്ളതാണ്. അതായത് വയനാട്ടിൽ മഴയും സാഹചര്യങ്ങളും പരിഗണിച്ച് ഒരു NDRF സംഘം തുടരുന്നുണ്ടായിരുന്നു. ആ സംഘമാണ് ഇവിടേക്ക് എത്തിയത്. ഇപ്പോൾ കോഴിക്കോട് നിന്നുള്ള സംഘവും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവരാണിപ്പോൾ മുണ്ടക്കൈ ഭാഗത്തേക്ക് അടക്കം പോകുന്നത്. അവിടെ പോകുമ്പോൾ ദുഷ്കരമായ വഴികളിലൂടെയാണ് പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാനി, ഒരു നിമിഷം തുടരണം. ഇപ്പോൾ പോത്തുകളിൽ നിന്ന് കണ്ടെടുത്ത ഒരു മൃതദേഹത്തിന്റെ വിഷ്വൽ കൂടി ഇപ്പോൾ മൃതദേഹം കണ്ടെടുക്കുന്നത് കൂടിയാണ് ദൃശ്യങ്ങളിലുള്ളത്. ഈ പോത്തുകളിലേക്ക് ഏകദേശം 6 കിലോമീറ്ററോളം ദൂരെ ഒലിച്ചു വന്നിരിക്കുന്ന ശരീരങ്ങളാണ് ഇത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ആ ഭാഗത്ത് വലിയ തെരച്ചിൽ ഇപ്പോഴും പോത്തുകൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്നുണ്ട്. പലയിടങ്ങളിലും മനുഷ്യരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നു. അതായത് ദുരന്തമുണ്ടായ സ്ഥലത്ത് നിന്നും 10-11 കിലോമീറ്റർ മാറി ചാലിയാർ പുഴയിൽ ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഏറ്റവും ദുഷ്കരമായത് മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തുക. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ വെള്ളാർമല, മുണ്ടക്കൈ, ചൂരൽമല ഇതെല്ലാം ഇങ്ങനെ ചുറ്റിപ്പട്ട് കിടക്കുന്നതാണ്. ഇരുവഴിഞ്ഞിപ്പുഴ ഒഴുകുന്ന പ്രദേശമാണ്. അവിടെ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെയുണ്ട്. വളരെ ദുഷ്കരമായ പാതയാണ്. പക്ഷേ അവിടെ പാലമുള്ളതുകൊണ്ട് ചെറുവാഹനങ്ങൾക്ക് പോകുന്നതിന് തടസ്സമില്ല. ട്രീ വാലി റിസോർട്ടുകളടക്കം നിരവധി റിസോർട്ടുകളുള്ളൊരു പ്രദേശമാണ്. ആ റിസോർട്ടിൽ മാത്രം ഇപ്പോൾ 100 പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവിടേക്ക് രക്ഷാപ്രവർത്തകർ എത്തുന്നുണ്ട്. പക്ഷേ അവിടേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആ പാത അതീവ ദുഷ്കരമാണ്. ഇടയ്ക്ക് മലവെള്ളം കുത്തിയൊലിക്കുന്നതും ഒരു തടസ്സമായി തുടരുന്നു. പ്രേക്ഷകർക്ക് കാണുന്നത് ആ വഴിയിലുള്ള യാത്ര കൂടി പ്രേക്ഷകർക്ക് കാണാം. ഇത് തത്സമയ ദൃശ്യങ്ങളാണ്. ദീപക് മോഹനും സംഘവും യാത്രയിലുണ്ട്. ഇടയ്ക്ക് വീട് തകർന്നു പോയ ദൃശ്യങ്ങൾ, ആ വീട്ടിലുണ്ടായിരുന്നവരുടെ ഫോട്ടോകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടു പോയവർ രക്ഷാപ്രവർത്തക സംഘത്തോടൊപ്പമുള്ള യാത്രയാണ്. റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘവും അവർക്കൊപ്പം യാത്ര തുടരുകയാണ്. തെരച്ചിൽ തത്സമയം പ്രേക്ഷകർക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും. ജീവനോടെ മനുഷ്യരെ നമുക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. വലിയ പാറക്കഷ്ണങ്ങൾ വന്നടിഞ്ഞുകൂടി കിടക്കുന്നത് കാണാം. പുഴയെ ഗതിമാറി ഒഴുകിയത് കാണാം. വീടിനുള്ളിലൂടെയാണ് ആ പുഴ ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ പാതിഭാഗം പൂർണ്ണമായും ഇപ്പോൾ റെസ്ക്യൂ നടക്കുന്ന സ്ഥലത്ത് നിന്നും ഒരു ആംബുലൻസ് ഡ്രൈവർ നമുക്കൊപ്പം ചേരുന്നു. മനു, നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് എന്തൊക്കെയാണ്? നമുക്ക് കുറച്ചുപേരെങ്കിലും ജീവനോടെ രക്ഷിക്കാൻ സാധിച്ചിരുന്നോ? കുറഞ്ഞ ആളുകളെ ജീവനോടെ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. എങ്കിലും ഞാനിപ്പോ വന്നേക്കുന്നത് 15ാമത്തെ മൃതദേഹമായിട്ടാണ്. ബാക്കി നമുക്ക് സ്പോട്ടിലേക്ക് ഇതുവരെ എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. റെസ്ക്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ആംബുലൻസുകൾ മാത്രമേ ഇപ്പൊ അങ്ങോട്ട് കടത്തി വിടുന്നുള്ളൂ, 4 വീൽ വാഹനങ്ങളും. അല്ലാതെ അങ്ങോട്ട് വാഹനങ്ങൾ വരെ കടത്തി വിടാൻ കഴിയാത്തൊരവസ്ഥയിലുള്ളത്. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് പിന്നെയും മണ്ണിടിച്ചിലിന്റെ ഭീഷണി ഇപ്പോൾ ഉണ്ട്. മനു, ഈ രക്ഷിച്ചവർക്കെല്ലാം ഗുരുതര പരിക്കുകൾ ഉണ്ടെന്ന് കേൾക്കുന്നു പലർക്കും, അല്ലേ? പരിക്കുകളുണ്ട്, നല്ല പരിക്കുകളുണ്ട്. കാരണം അതൊരു ചെങ്കുത്തായ കുന്നു പോലെയാണ്. അത് മരങ്ങളെല്ലാം ഒലിച്ചു വന്ന നല്ല രീതിയിലുള്ള കാഷ്വാലിറ്റി ഉണ്ട്. മേപ്പാടി വിംസ് ഹോസ്പിറ്റലിലേക്കും ഇതുപോലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കാണ് ഇപ്പൊ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് പ്രാഥമിക ചികിത്സ കൊടുത്തതിന് ശേഷം റെഫറൻസും ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു മനു. കൂടുതൽ വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് ബന്ധപ്പെടാം. മനു ആംബുലൻസ് ഡ്രൈവറാണ് നമ്മളെ വിളിച്ചത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള രക്ഷാപ്രവർത്തകരുടെ യാത്രയാണ്. അതിസാഹസികമായ ഒരു യാത്രയാണെന്ന് പറയേണ്ടി വരും. അവിടെ ആകെ തകർന്നു കിടക്കുന്ന പുഴ, ഒരു ഭാഗത്തേക്ക് കടന്നു കയറാൻ കഴിയുന്നില്ല. മാത്രവുമല്ല ഇടയ്ക്കിടയ്ക്ക് മണ്ണിടിയുന്നതും ഈ രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കി തീരുന്നുണ്ട്. ഇടയ്ക്ക് മലവെള്ളപ്പാച്ചിൽ വന്നു. ഇടയ്ക്ക് അവർക്ക് പിൻവാങ്ങേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. ഇവരിപ്പോൾ മറ്റു ഭാഗങ്ങളിലൂടെയാണ് പോകുന്നത്. പല വീടുകളുടെയും ഉൾഭാഗത്തോടു കൂടിയാണ് പുഴ ഒഴുകുന്നത്. പല വീടുകളും നിന്ന സ്ഥലം പോലും കണ്ടെത്താൻ സാധിക്കാത്ത വിധം മാറി ഒഴുകുന്നു പുഴ എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വയനാട്ടിലെ വൻ ഉരുൾപൊട്ടലിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്നലെ രാത്രി 1 മണിക്കും ഇന്ന് പുലർച്ചെ 4 മണിക്കും ഇടയിലായി 2 തവണയാണ് ചൂരൽമലയിലും വെള്ളാർമലയിലും ഉരുൾപൊട്ടിയത്. മുണ്ടക്കൈ ഭാഗം പൂർണ്ണമായും ഒറ്റപ്പെട്ടു. ഇപ്പോൾ രക്ഷാപ്രവർത്തകർ രാവിലെ തന്നെ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ സംഭവ സ്ഥലത്തേക്ക് എത്താൻ സാധിച്ചിരുന്നു. അവരിൽ കുറച്ചുപേരെ അവർക്ക് രക്ഷിച്ചെടുക്കാനും സാധിച്ചിരുന്നു. രക്ഷാപ്രവർത്തകർ ഇപ്പോൾ സ്ഥലത്ത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ദുരന്ത സ്ഥലത്താണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കാഴ്ച കാണാനോ ഏതെങ്കിലും തരത്തിൽ സന്നദ്ധ രക്ഷാപ്രവർത്തനത്തിനായി നിങ്ങൾ ആരും ആ ഭാഗത്തേക്ക് ഇപ്പോൾ എത്തിച്ചേരേണ്ടതില്ല. അവിടെ റെസ്ക്യൂ മിഷൻസിന് 2ാമത്തെയും 3ാമത്തെയും യൂണിറ്റ് കൂടി എത്തിച്ചേരും. അവർ കൂടി എത്തുന്നതോടുകൂടി രക്ഷാപ്രവർത്തനം പൂർണ്ണമായും ഫുൾ സ്വിംഗിലാവുകയും ചെയ്യും. ജനപ്രതിനിധികൾ അടക്കമുള്ളവരുണ്ട്. നമുക്ക് എയർലിഫ്റ്റ് ചെയ്യാനുള്ള സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചു. 2 ഹെലികോപ്റ്ററുകൾ ഇപ്പോൾ ആ സ്ഥലത്തേക്ക് പുറപ്പെടും. 7:30 ഹെലികോപ്റ്ററുകൾ പുറപ്പെടും എന്നാണ് പറഞ്ഞിരുന്നത്. അല്പസമയത്തിനുള്ളിൽ ഉണ്ടാവും. വെള്ളാർമല സ്കൂൾ ഒന്നാകെ മഴവെള്ളപ്പാച്ചിലിൽപ്പെട്ട് മണ്ണിനടിയിലാവുന്ന കാഴ്ച കണ്ടു. യാത്ര തന്നെ വളരെ ദുഷ്കരമായ യാത്രയാണ്. പുഴ തന്നെ മാറി ഒഴുകി. ആ പ്രദേശത്തെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട്. മണ്ണിനടിയിൽ നിന്ന് മനുഷ്യരെ രക്ഷിച്ചെടുക്കാനുള്ള തീവ്ര ശ്രമമാണ് നടക്കുന്നത്. ഇപ്പോൾ സാനിയോ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും അവിടെ വലിയ പാറക്കഷ്ണങ്ങൾ കാണാം പ്രേക്ഷകർക്ക്. ഇതൊക്കെ പല വീടുകളുടെ മുകളിലൂടെയാണ് പാഞ്ഞെത്തിയത്. ഇന്നലെ രാത്രി 1
മണിയോടുകൂടിയാണ് 1:30-ക്കും 4 മണിക്കും ഇടയിലാണ് വലിയ 2 ഉരുൾപൊട്ടലുകൾ ഉണ്ടായത്. പാഞ്ഞെത്തിയ മഴവെള്ളപ്പാച്ചിലിലും ഉരുൾപൊട്ടലിലും 2 ടൗണുകൾ പൂർണ്ണമായും ഇല്ലാതായി. ഒന്ന് ചൂരൽമലയും മറ്റൊന്ന് മുണ്ടക്കൈയും. ഈ മുണ്ടക്കൈ ഭാഗത്ത് വലിയ രീതിയിലുള്ള നാശനഷ്ടമുണ്ടായി. ഇതൊരു വീടിൻ്റെ അകഭാഗമാണ്. ആ വീടിൻ്റെ മറുഭാഗം പൂർണ്ണമായും തകർന്നു. പ്രേക്ഷകർക്ക് മണ്ണ് വീണ് കിടക്കുന്നത് കാണാം, ചെളി അടിഞ്ഞുകൂടി കിടക്കുന്നത് കാണാം, പാറക്കഷണങ്ങൾ കാണാം. അവിടെ നിസ്സഹായരായ മനുഷ്യർ സഹായത്തിനായി വിളിക്കുന്ന കാഴ്ചയും പ്രേക്ഷകർക്ക് കാണാം. ദുരന്ത നിവാരണ സേന രാവിലെ തന്നെ അവിടെ എത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. പലരെയും നമ്മുടെ ക്യാമറ കണ്ണിന് മുന്നിലൂടെ രക്ഷിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയും പ്രേക്ഷകർ കണ്ടു. എന്നാൽ ചിലരും കുഞ്ഞുങ്ങളുടേതടക്കമുള്ള മൃതദേഹങ്ങളും നമ്മുടെ കൺമുന്നിലൂടെയാണ് കടന്നുപോയത്. ഏറ്റവും ഒടുവിൽ വിവരമെത്തുമ്പോൾ 12-ലധികം പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതൽ മരണവാർത്തയുണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷേ അടുത്ത കാലത്ത് നമ്മൾ കണ്ട പുത്തുമലയും കവളപ്പാറയേക്കാൾ കൂടുതൽ വ്യാപ്തിയുള്ള ഒരു ദുരന്തമായിരിക്കാം ഒരുപക്ഷെ സംഭവിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ രക്ഷാപ്രവർത്തക സംഘം ശ്രമിക്കുന്നത് ട്രീ വാലിയിലേക്ക് പോകാനാണ്. നമുക്ക് ആ തത്സമയ ദൃശ്യങ്ങൾ കൂടി കൊടുക്കാം. ദീപക് മോഹനിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി കണക്ട് ചെയ്താൽ നന്നായിരിക്കും. വിളിച്ചാൽ മതി. ദീപക് ഇപ്പോൾ ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിച്ചേരാറായിട്ടുണ്ടോ? രക്ഷാപ്രവർത്തക സംഘം അങ്ങോട്ട് പോവുകയാണ്. ദുസ്സഹമാണ് ആ യാത്ര എന്നറിയാം. ദീപക്കാണ് നമുക്കൊപ്പം ചേരുന്നത്. ദീപക്, എന്താണ് വിവരങ്ങളെന്ന് വളരെ വേഗം ഒന്ന് പ്രേക്ഷകരോടൊന്ന് ബ്രീഫ് ചെയ്യൂ. ആ യാത്ര നിർത്തണ്ട, മഴ ഇപ്പോഴും പെയ്യുന്നുണ്ടോ? പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അങ്ങകലെയായി ഈ ഒരു പച്ച ഒരു താഴ്വരയുണ്ട്. അതാണ് ശരിക്കും മുണ്ടക്കൈ മല. ആ മലയുടെ മുകളിലായിട്ടാണ് റിസോർട്ട് ഉള്ളത്. അതായത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ ചില ട്രീഹട്ടുകൾ കാണാം, വെള്ള നിറത്തിലുള്ള ട്രീഹട്ടുകൾ കാണാം. ആ ഭാഗത്താണ് കൂടുതലും റിസോർട്ടുകൾ ഉള്ളതെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറഞ്ഞത്. അതനുസരിച്ച് ട്രീവാലി റിസോർട്ട് ദീപക് ഒരു നിമിഷം